ഹായ് മക്കൾസ്. അപ്പൊ ഇന്ന് മിസ് ഒരു റിക്വസ്റ്റഡ് വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. എനിക്ക് ആളുടെ പേര് ഓർമ്മയില്ല. കുറേ ദിവസമായിട്ട് ആ പുള്ളി എന്നോട് മിസ് 2, 3, 4 പോയിന്റ് സ്റ്റാർട്ടേഴ്സ് വീഡിയോ ചെയ്യോ എന്നിങ്ങനെ എനിക്ക് മെസ്സേജ് ഇട്ടോണ്ടേ കമന്റ് ചെയ്തോണ്ടേ ഇരിക്കുന്നു. പിന്നെ വേറെ ആരൊക്കെയോ DC മെഷീൻസിന്റെ വീഡിയോ ചെയ്യാൻ വാട്സാപ്പിൽ മെസ്സേജ് ഇട്ട്, അപ്പൊ അതിനകത്തും പറഞ്ഞിട്ടുണ്ട് മിസ് സ്റ്റാർട്ടേഴ്സിന്റെ വീഡിയോ ഒന്ന് ചെയ്യണേ. പിക്ചർ നോക്കി അത് ടെക്സ്റ്റിലുള്ള പിക്ചർ നോക്കിയിട്ട് നോട്ട്സ് വായിക്കുമ്പോൾ എന്തൊക്കെയോ എവിടെയൊക്കെയോ മിസ്സാവുന്നുണ്ട്. ഞാൻ സ്റ്റാർട്ടിങ് ഓഫ് DC മോട്ടോഴ്സ് എന്ന് പറയുന്നതിനേക്കാൾ വൈ DC മോട്ടോഴ്സ് റിക്വയർ സ്റ്റാർട്ടേഴ്സ് ഇങ്ങനൊരു ക്വസ്റ്റ്യൻ എവിടെയോ ക്വസ്റ്റ്യൻ പേപ്പറിൽ കണ്ടു. അതുകൊണ്ടാണ് ഞാൻ ആ ക്വസ്റ്റ്യൻ എഴുതിയത്. ഈ ക്വസ്റ്റ്യന്റെ ആൻസർ ഏറ്റവും ഈസി ആയിട്ട് പറയാൻ പറ്റുന്നത് കൺസ്ട്രക്ഷൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവും. കാരണം DC മോട്ടറിനകത്ത് സ്റ്റേറ്റർ എന്ന് പറയുന്നത് ഫീൽഡ് മാഗ്നറ്റും റോട്ടർ എന്ന് പറയുന്നത് ആർമേച്ചറും ആണ് DC മോട്ടറിൽ, അല്ലെ? ആൻഡ് DC ജനറേറ്ററിലാണ് സ്റ്റേറ്റർ, ആർമേച്ചർ, റോട്ടർ, ഫീൽഡ് മാഗ്നറ്റ്. ആർമേച്ചർ നമ്മൾ സപ്ലൈ കൊടുക്കുമ്പോഴത്തേനും ഓൾറെഡി ഇലക്ട്രിക്കൽ സപ്ലൈ ആണ് കൊടുക്കുന്നത്, അല്ലെ? അപ്പൊ ആർമേച്ചർ എന്ത് ചെയ്യും? EMF ഇൻഡ്യൂസ് ചെയ്യും. ദ ഫംഗ്ഷൻ ഓഫ് ആർമേച്ചർ ഈസ് ടു പ്രൊഡ്യൂസ് EMF. പക്ഷേ ഈ ഫീൽഡ് മാഗ്നറ്റിനകത്താണ് ആർമേച്ചർ ഇരിക്കുന്നത്. അപ്പൊ ഫീൽഡ് മാഗ്നറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു റൊട്ടേറ്റിംഗ് അല്ലെങ്കിൽ റിവോൾവിംഗ് മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ട്. ഈ റിവോൾവിംഗ് മാഗ്നറ്റിക് ഫീൽഡിനകത്തിരുന്നിട്ടാണ് എന്ത് ആർമേച്ചർ റൊട്ടേറ്റ് ചെയ്ത് EMF ഇൻഡ്യൂസ് ചെയ്യുന്നത്, അല്ലെ? അപ്പോ one of the main reason for using starters in DC motors is the production of back EMF, because motors inathu the function of armature is to produce EMF. പക്ഷേ electrical input കൊടുത്തിട്ട് armature EMF produce ചെയ്യുമ്പോൾ അത് input കൊടുത്തിട്ട് backwards വരുന്ന EMF ആണ്. So it can be taken as the back EMF. First cause for using starters in DC motors, the back EMF EB. Then the second one is the motor armature ARM dot armature. ഞാൻ എപ്പോഴും എഴുതുന്ന എന്റെ നോട്ട്സ് ശ്രദ്ധിച്ചിട്ടുള്ളവർക്ക് അറിയായിരിക്കും ഞാൻ ഇങ്ങനെ ആർമേച്ചർ ചെയ്ത. മോട്ടർ ആർമേച്ചർ റൊട്ടേറ്റ്സ് ഇൻസൈഡ്, അല്ലെ? റൊട്ടേറ്റ്സ് ഇൻസൈഡ് ദ മാഗ്നറ്റിക് ഫീൽഡ്. ഇൻസൈഡ് ദ മാഗ്നറ്റിക് ഫീൽഡ് എങ്ങനെ? മാഗ്നറ്റിക് ഫീൽഡ് പ്രൊഡ്യൂസ്ഡ് ബൈ ദി സ്റ്റേറ്റർ. റൊട്ടേറ്റ്സ് ഇൻസൈഡ് ദ മാഗ്നറ്റിക് ഫീൽഡ്. Then the third is induced EMF. Induced EMF produced by the rotor conductor. Induced EMF produced by the rotor conductor. And the fourth one is this induced EMF will be opposed by the supply voltage. നമ്മൾ കൊടുക്കുന്ന സപ്ലൈ വോൾട്ടേജ് ഈ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഇൻഡ്യൂസ്ഡ് EMF-നെ ഒപ്പോസ് ചെയ്തുകൊണ്ടിരിക്കും. Okay, induced EMF, this induced EMF, this വേണം, ഞാനത് എഴുതിയില്ല, will be. അപ്പൊ why DC motors require starters? സ്റ്റാർട്ടർ DC മോട്ടർ ആവശ്യം ഉള്ളത് അല്ലെങ്കിൽ DC മോട്ടോഴ്സിന് സ്റ്റാർട്ടേഴ്സ് യൂസ് ചെയ്യുന്നതിന്റെ മെയിൻ ഇമ്പോർട്ടന്റ് റീസൺസ് 4 റീസൺസ് ആണ്. ബിക്കോസ് DC മോട്ടറിനകത്ത് ബാക്ക് EMF ഉണ്ട്. പിന്നെ ആർമേച്ചർ, മോട്ടറിന്റെ ആർമേച്ചർ മാഗ്നറ്റിക് ഫീൽഡിനകത്താണ്, റോട്ടറാണ്. അപ്പൊ മാഗ്നറ്റിക് ഫീൽഡിനകത്താണ് റൊട്ടേറ്റ് ചെയ്യുന്നത്. ആ റൊട്ടേറ്റ് ചെയ്യുന്ന മാഗ്നറ്റിക് ഫീൽഡ്, ആ റൊട്ടേറ്റ് ചെയ്യുന്ന ആർമേച്ചർ പ്രൊഡ്യൂസ് ദ ഇൻഡ്യൂസ്ഡ് EMF ആൻഡ് ദിസ് ഇൻഡ്യൂസ്ഡ് EMF വിൽ ബി ഒപ്പോസ്ഡ് ബൈ ദി സപ്ലൈ വോൾട്ടേജ്. അപ്പൊ ഈ 4 റീസൺസ് ഉള്ളത് കൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? സ്റ്റാർട്ടേഴ്സ് യൂസ് ചെയ്യണം. അപ്പോ ഇനി ഞാൻ കൺസ്ട്രക്ഷൻ ആൻഡ് ദ വർക്കിംഗ് ഓഫ് 3 പോയിന്റ് സ്റ്റാർട്ടേഴ്സ് ആണ് പറയാൻ പോകുന്നത്. അപ്പൊ നിങ്ങൾ ഈ നോട്ട്സ് എഴുതി എടുത്തിട്ട് ഫോളോ ചെയ്യണം കേട്ടോ. നോക്കിക്കോ, ഞാനിപ്പോ ഒരു DC മോട്ടറിന്റെ പിക്ചർ ഇവിടെ വരച്ചിട്ടുണ്ട്. ഇതിൽ നിന്ന് ടോട്ടൽ ഈ വോൾട്ടേജ് E എന്ന് പറയുന്ന അല്ലെങ്കിൽ ഇൻഡ്യൂസ്ഡ് EMF E ആക്കി എടുത്താൽ ഇൻഡ്യൂസ്ഡ് EMF E എന്ന് പറയുന്നത് എന്തായിട്ട് നമുക്ക് എഴുതാം? ടോട്ടൽ ഇൻഡ്യൂസ്ഡ് EMF E ഈസ് ഈക്വൽ ടു ഇവിടെ ഉള്ള EB ഉണ്ടല്ലേ പ്ലസ് അവിടെ ഉള്ള ഡ്രോപ്പ് എന്താണ്? പ്ലസ് IAR. നമുക്കറിയാം സ്റ്റാർട്ടിങ്ങിന്റെ സമയത്ത് ഇൻപുട്ട് AC സപ്ലൈ കൊടുത്തിട്ടാണ് DC മോട്ടോഴ്സ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. പക്ഷെ അറ്റ് ദ ടൈം ഓഫ് സ്റ്റാർട്ട് ബാക്ക് EMF ഇല്ല. ബിക്കോസ് സ്പീഡ് അറ്റൈൻ ചെയ്യുന്നതിന് കറസ്പോണ്ടിങ് ആയിട്ടാണ് ബാക്ക് EMF അല്ലെങ്കിൽ ആർമേച്ചർ റൊട്ടേറ്റ് ചെയ്താണ് EMF ഡെവലപ്പ് ചെയ്യിക്കുന്നത്, അല്ലെ? EMF ജനറേറ്റ് ചെയ്യിക്കുന്നത്. അങ്ങനെ EMF ജനറേറ്റ് ചെയ്യാൻ വേണ്ടി മാത്രം ഇവിടെ മെഷീൻ അറ്റ് ദ ടൈം ഓഫ് സ്റ്റാർട്ടില് റസ്റ്റിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുവാണ്. റസ്റ്റിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്നത് കൊണ്ട് തന്നെ സ്പീഡ് പതിയെ അറ്റൈൻ ചെയ്തുകൊണ്ടിരിക്കുക. അങ്ങനെ സ്പീഡ് പതിയെ ഗ്രാജുവലി സ്പീഡ് അറ്റൈൻ ചെയ്യുന്നതിന് കറസ്പോണ്ടിങ് ആയിട്ട് തന്നെ ഫ്രം ദ സ്റ്റാർട്ടിംഗ് ടൈമില് എന്തില്ല? ബാക്ക് EMF ഇല്ല. 0 ബാക്ക് EMF ആണ് സ്റ്റാർട്ടിങ്ങിന്റെ സമയത്ത്. അപ്പൊ ഈ EB is equal to 0 ആണെങ്കിൽ
then equation E is equal to 0 plus IARA എന്ന് നമുക്ക് കൊടുക്കാം അല്ലേ? അപ്പോൾ E is equal to IARA എന്ന് കിട്ടും. then the armature current IA is equal to E by RA എന്ന് കിട്ടി. ഇനി നിങ്ങൾ ചിന്തിച്ചു നോക്ക്, the armature current IA is equal to E by RA. നമുക്ക് അറിയാവുന്ന കാര്യമാണ് ആർമേച്ചർ റെസിസ്റ്റൻസ് RA ഭയങ്കര സ്മോൾ വാല്യൂ ആയിരിക്കും. അങ്ങനെ സ്മോൾ വാല്യൂ ആണെങ്കിൽ കറണ്ടും റെസിസ്റ്റൻസും ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ. ആസ് ദ ആർമേച്ചർ റെസിസ്റ്റൻസ് ഇസ് വെരി സ്മോൾ, ദ ആർമേച്ചർ കറണ്ട് IA is വെരി വെരി ഹൈ അല്ലേ ദാൻ ദ ഫീൽഡ് കറണ്ട്. ഫീൽഡ് കറണ്ടിനേക്കാളും ആർമേച്ചർ കറണ്ട് ഭയങ്കര ഹൈ ആണ്. അത്രയും കറണ്ട് നമുക്ക് ഡ്രോ ചെയ്യാൻ പറ്റില്ല, അല്ലെങ്കിൽ അത്രയും കറണ്ടിലിട്ട് മോട്ടോർ റൺ ചെയ്യാൻ പറ്റില്ല. ബിക്കോസ് ബ്രഷിനും എന്തിനാ കമ്മ്യൂട്ടേറ്ററിനും ഡാമേജുകൾ വരാനുള്ള ടെൻഡൻസി ഭയങ്കര കൂടുതലാണ്. ഭയങ്കര കൂടുതലല്ല, കൂടുതൽ തന്നെയാണ്. അത്രേ ആർമേച്ചർ കറണ്ട്, ഹൈ ഹെവി ആർമേച്ചർ കറണ്ടിൽ ഇട്ടിട്ട് DC മോട്ടോർ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ബ്രഷിനും കമ്മ്യൂട്ടേറ്ററിനും ഡാമേജ് വരും. അപ്പൊ ആ ബ്രഷിന്റെ കമ്മ്യൂട്ടേറ്ററിന്റെ ഡാമേജ് ഓവർകം ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ സ്റ്റാർട്ടിങ് ഡയറക്ട്ലി സ്റ്റാർട്ട് ചെയ്യാണ്ട്, അല്ലെങ്കിൽ സപ്ലൈ കൊടുത്ത് DC മോട്ടോർ ഡയറക്ട്ലി സ്റ്റാർട്ട് ചെയ്യാണ്ട് ഒരു സ്റ്റാർട്ടിംഗ് മെത്തേഡ് അല്ലെങ്കിൽ അനദർ എക്സ്റ്റേണൽ സ്റ്റാർട്ടിംഗ് എക്യുപ്മെന്റ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അങ്ങനെ ഒരു സ്റ്റാർട്ടിംഗ് എക്യുപ്മെന്റ് ആണ് 3 point സ്റ്റാർട്ടർ. അപ്പൊ നമുക്ക് ബേസിക്കലി 2 point സ്റ്റാർട്ടേഴ്സ് ഉണ്ട്, 3 point സ്റ്റാർട്ടേഴ്സ് ഉണ്ട്, 4 point സ്റ്റാർട്ടേഴ്സ് ഉണ്ട്. ഇപ്പൊ നമ്മൾ പഠിക്കാൻ പോകുന്നത് 3 point സ്റ്റാർട്ടേഴ്സ് ആണ്. അപ്പൊ ഇതിന്റെ കുറച്ച് നോട്ട്സ് ഞാൻ ഇവിടെ എഴുതിയിടാം. നോട്ട്സ് എഴുതിയിട്ടുണ്ട്, ഞാനിപ്പോ വായിക്കാം. ദ ഹൈ കറണ്ട് മേ ഡാമേജ് ബ്രഷ് ആൻഡ് കമ്മ്യൂട്ടേറ്റർ. ഓൾറെഡി ഞാൻ പറഞ്ഞതായിരുന്നു. ഇനി ഇവിടെ നോക്കിക്കോ. ആസ് ദ മോട്ടോർ സ്പീഡ് റൈസസ്, സ്പീഡ് ഇൻക്രീസ് ചെയ്യുമ്പോൾ ബാക്ക് EMF ഡെവലപ്പ് ആവും. ആസ് ദ മോട്ടോർ സ്പീഡ് റൈസസ് ബാക്ക് EMF increases and E minus EB decreases. E minus EB decrease, ഇപ്പൊ ടോട്ടൽ E is equal to EB plus IARA ആണ്. ഈ കേസിൽ നമ്മൾ സ്റ്റാർട്ടിങ്ങിന് അറ്റ് ദ ടൈം ഓഫ് സ്റ്റാർട്ടിങ് EB is equal to 0, that is E is equal to IARA വന്നിട്ടാണ് ഹൈ സ്റ്റാർട്ടിംഗ് കറണ്ട് ഉണ്ട് നമ്മൾ പറയുന്നത്, അല്ലെങ്കിൽ ആർമേച്ചർ കറണ്ട് കൂടുതലാണ് നമ്മൾ പറയുന്നത്. ഇനി ഇവിടെ പറഞ്ഞു മോട്ടോർ സ്പീഡ് ഇൻക്രീസ് ചെയ്തു, മോട്ടോർ സ്പീഡ് അറ്റൈൻ ചെയ്തു. മോട്ടോറിന്റെ സ്പീഡ് അറ്റൈൻ ചെയ്യുന്നതിന് കറസ്പോണ്ടിങ് ആയിട്ട് ബാക്ക് EMF ഇൻക്രീസ് ചെയ്യും. അങ്ങനെ ബാക്ക് EMF ഇൻക്രീസ് ചെയ്യുമ്പോൾ E മൈനസ് EB എന്താവും? ഡിക്രീസ് ചെയ്യും അല്ലെ? ഡിക്രീസ് ചെയ്യും. അത് ഡിക്രീസ് ചെയ്യുമ്പോൾ എന്താണ്? ആർമേച്ചർ കറണ്ടും ഗ്രാജുവലി, ഈ പറയുന്ന കറണ്ടും ഗ്രാജുവലി ഡിക്രീസ് ചെയ്യും. when motor has reached steady speed attain ചെയ്ത് കഴിഞ്ഞാൽ EB and IA reach their stable value അല്ലെ? സ്പീഡ് അറ്റൈൻ ചെയ്യുമ്പോൾ ബാക്ക് EMF ഇൻക്രീസ് ചെയ്യും, കറസ്പോണ്ടിങ് ആർമേച്ചർ കറണ്ട് കുറയുമല്ലോ. അതാണ് പറഞ്ഞത്. when motor has reached the steady speed, EB and IA reach their stable values. This shows that EB limits the current in the armature circuit. അത് എന്താണ്? EB നെ ലിമിറ്റ് ചെയ്യും, അല്ലെങ്കിൽ this shows that EB ആർമേച്ചർ സർക്യൂട്ടിലുള്ള കറണ്ടിനെ EB ലിമിറ്റ് ചെയ്യും, കറണ്ടിനെ ബാക്ക് EMF ലിമിറ്റ് ചെയ്യും. കറണ്ടിനെ ബാക്ക് EMF ലിമിറ്റ് ചെയ്യും എന്ന് പറയാനുള്ള റീസൺ എന്താ? ഇവിടെ ബാക്ക് EMF ആണ് നമുക്ക് വേണ്ടത്, പക്ഷേ സ്റ്റാർട്ടിങ്ങിന്റെ സമയത്ത് ബാക്ക് EMF 0 ആയിരുന്നു. 0 ആയിട്ട് കറണ്ട്, ആർമേച്ചർ കറണ്ട് കൂടി. പക്ഷെ ഇപ്പൊ സ്പീഡ് അറ്റൈൻ ചെയ്തപ്പോ ബാക്ക് EMF ഡെവലപ്പായി. ബാക്ക് EMF ഡെവലപ്പ് ആയപ്പോഴത്തേനും ആർമേച്ചർ കറണ്ട് കുറഞ്ഞു. അതാണ് ദിസ് ഷോസ് ദാറ്റ് EB ലിമിറ്റ്സ് ദ കറണ്ട് ഇൻ ദി ആർമേച്ചർ സർക്യൂട്ട്. അടുത്ത, ഫോർ ലിമിറ്റിംഗ് ദ സ്റ്റാർട്ടിംഗ് കറണ്ട് ഇൻ DC മോട്ടോർ ആൻഡ് എക്സ്ട്രാ റെസിസ്റ്റൻസ് ഇസ് ഇൻസർട്ടഡ് ഇൻ സീരീസ് വിത്ത് ദ ആർമേച്ചർ സർക്യൂട്ട് അറ്റ് ദ ടൈം ഓഫ് സ്റ്റാർട്ടിംഗ്. അതായത് ഈ സ്റ്റാർട്ടിംഗ് കറണ്ടിന്, സ്റ്റാർട്ട് ചെയ്യുമ്പോഴുള്ള ഈ ഹെവി കറണ്ട് ഇല്ലേ, ആ കറണ്ടിനെ നമ്മൾ ലിമിറ്റ് ചെയ്യാൻ വേണ്ടി എന്ത് ചെയ്യിച്ചാൽ ആർമേച്ചർ സർക്യൂട്ടിന് സീരീസ് ആയിട്ടൊരു സ്റ്റാർട്ടിംഗ് റെസിസ്റ്റൻസ് നമ്മൾ കണക്ട് ചെയ്യും. അതാണ് പറഞ്ഞത് ആൻ എക്സ്ട്രാ റെസിസ്റ്റൻസ് ഇസ് ഇൻസർട്ടഡ് ഇൻ സീരീസ് വിത്ത് ദ ആർമേച്ചർ സർക്യൂട്ട് അറ്റ് ദ ടൈം ഓഫ് സ്റ്റാർട്ടിംഗ്. സ്റ്റാർട്ടിങ്ങിന്റെ സമയത്ത് ആർമേച്ചർ സർക്യൂട്ടിലേക്ക് ഒരു എന്താ റെസിസ്റ്റൻസ് സീരീസ് ആയിട്ട് കണക്ട് ചെയ്ത് കൊടുക്കും. ആ റെസിസ്റ്റൻസ് കോൾഡ് ദ സ്റ്റാർട്ടിംഗ് റെസിസ്റ്റൻസ്. This limits IA armature current. This limits armature current to safe value. അപ്പോൾ ഒരു എക്സ്റ്റേണൽ റെസിസ്റ്റൻസ് സീരീസ് ആയിട്ട് കണക്ട് ചെയ്യുമ്പോൾ ആർമേച്ചർ കറണ്ടിനെ അത് സേഫ് വാല്യൂലോട്ട് മെയിൻറ്റെയിൻ ചെയ്യും. ആസ് ദ ആർമേച്ചർ സ്പീഡ് ഇൻക്രീസസ്, ആർമേച്ചറിന്റെ സ്പീഡ് ഇൻക്രീസ് ചെയ്യുമ്പോൾ ദിസ് എക്സ്ട്രാ റെസിസ്റ്റൻസ് ഇസ് ഗ്രാജുവലി കട്ട് ഔട്ട്. ആർമേച്ചറിന്റെ സ്പീഡ് ഇൻക്രീസ് ചെയ്യുമ്പോൾ ഈ ബാക്ക് EMF ഡെവലപ്പ് ആവും. ആ സമയത്ത് നമ്മൾ എക്സ്റ്റേണലി കണക്ട് ചെയ്ത് കൊടുത്ത, സീരീസ് ആയിട്ട് കണക്ട് ചെയ്ത് കൊടുത്തിട്ടുള്ള സ്റ്റാർട്ടിംഗ് റെസിസ്റ്റൻസ് gradually cut out from the circuit. When the motor has reached the normal speed, extra resistance is completely cut out. അപ്പോൾ മോട്ടർ മൊത്തം സ്പീഡ്, നോർമൽ സ്പീഡ് അറ്റൈൻ ചെയ്ത് കഴിയുമ്പോൾ കംപ്ലീറ്റ്ലി എക്സ്റ്റേണൽ റെസിസ്റ്റൻസ് അല്ലെങ്കിൽ എക്സ്ട്രാ റെസിസ്റ്റൻസ് കംപ്ലീറ്റ്ലി ആർമേച്ചർ സർക്യൂട്ടിൽ നിന്ന് കട്ട് ഔട്ട് ആകും. 2 types of starters are used in limiting the starting current in DC motor. They are called the 3 point starter and the 4 point starter.
അപ്പൊ ഇനി ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്നത് 3 പോയിന്റ് സ്റ്റാർട്ടേഴ്സ്. അപ്പൊ ഇത്ര നോട്ട്സ് എഴുതി എടുത്തിട്ട് വേണം കണ്ടിന്യൂഷൻ നോക്കാൻ. ഞാൻ ഇവിടെ ഇപ്പൊ കൺസ്ട്രക്ഷൻ ഫിഗറും വരച്ചിട്ടുണ്ട് 3 പോയിന്റ് സ്റ്റാർട്ടറിന്റെ കൺസ്ട്രക്ഷനുമാണ് എഴുതിയേക്കുന്നത്. ഇപ്പൊ ഞാൻ അത് എക്സ്പ്ലെയിൻ ചെയ്യാം, അത് കഴിഞ്ഞിട്ട് വർക്കിംഗ് പറയാം. സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ ഞാൻ പറഞ്ഞു സ്റ്റാർട്ടിംഗ് റെസിസ്റ്റൻസ് അല്ലെ, സ്റ്റാർട്ടിംഗ് റെസിസ്റ്റൻസ് നമ്മൾ ആർമേച്ചർ സർക്യൂട്ടിന് സീരീസ് ആയിട്ട് ഇൻസേർട്ട് ചെയ്തിട്ടാണ് ഇവിടെ സ്റ്റാർട്ടേഴ്സ് റൺ ചെയ്യുന്നത്. അതുപോലെ തന്നെ ഇവിടെ കണ്ടോ 5 സ്റ്റാർട്ടിംഗ് റെസിസ്റ്റൻസ് ഞാൻ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്, ഈസ് ഇൻ സീരീസ് വിത്ത് ദ ആർമേച്ചർ സർക്യൂട്ട്. Before that, I want to say that why these starters are called 3 point starters, because of this, the 3 points called L, A and F. What is L? Line. A be the armature circuit, F be the field. Okay, so these starters are so called because of 3 points called LFA. L is the first, LFA അല്ല LAF ആണ്, ഞാൻ എഴുതിയ മാറിപ്പോയി. LAF. First point is L and the second point is A, then the third point is the field F. ഈ 3 points കാരണം 3 point starter ആയി. ഇനി കൺസ്ട്രക്ഷൻ പറയുമ്പോൾ the starters consist of 5 resistance called R1, R2, R3 and R5. ഞാനിത് 6 ഇട്ടിട്ടില്ല, വെറുതെ റെസിസ്റ്റൻസ് 5 കാണിച്ചിട്ടേ ഉള്ളൂ. ഈ 5 റെസിസ്റ്റൻസ് ആർമേച്ചർ സർക്യൂട്ടിനെ സീരീസ് ആയിട്ട് കണക്ട് ചെയ്തിട്ടുണ്ട് അല്ലെ, ആർമേച്ചർ സർക്യൂട്ട് ഇൻ സീരീസ് വിത്ത് ആർമേച്ചർ. ഇനി ഞാൻ ഇത് വായിച്ചിട്ട് ഫിഗർ എക്സ്പ്ലെയിൻ ചെയ്ത് പോവാണേ, കാണാൻ പറ്റുന്നുണ്ടല്ലോ. അപ്പൊ നമ്മുടെ ഈ പോയിന്റ് ഫസ്റ്റ് പോയിന്റ് എൽ ഉണ്ടല്ലോ, ദിസ് എൽ ഇസ് കണക്റ്റഡ് ടു ദ ഇലക്ട്രോ മാഗ്നറ്റ്. ഈ ഇലക്ട്രോ മാഗ്നറ്റിനെയാണ് നമ്മൾ പറയുന്നത് OLR. OLR മീൻസ് ഓവർലോഡ് റെസിസ്റ്റൻസ്. ഓക്കെ, അപ്പൊ നമ്മുടെ ലൈൻ കൊണ്ടുവന്ന് ഫസ്റ്റ് ഇലക്ട്രോ മാഗ്നറ്റ് OLR കണക്ട് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് OLRന്റെ ആ ഇലക്ട്രോ മാഗ്നറ്റിന്റെ സെക്കൻഡ് പോയിന്റ് കൊണ്ടേ കണക്ട് ചെയ്യുന്നത് നമ്മുടെ ഈ ഹാൻഡിന്റെ താഴത്തെ പോയിന്റില്. ഓക്കെ, ഹാൻഡിലേക്ക് കണക്ട് ചെയ്യണം. അതാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. ദ അതർ എൻഡ് ഓഫ് OLR ആണ്, എഴുതിയ മാറിപ്പോയി. ദ അതർ എൻഡ് ഓഫ് OLR is connected to the lower end of the conducting lever of the starter handle. ഇത് സ്റ്റാർട്ടർ ഹാൻഡിൽ. ഈ സ്റ്റാർട്ടർ ഹാൻഡിലിന്റെ കണ്ടക്ടിങ് ലിവറിന്റെ താഴത്തെ പോയിന്റ്, കണ്ടക്ടിങ് ലിവറിന്റെ എൻഡ് പോയിന്റിൽ അല്ലെങ്കിൽ സ്റ്റാർട്ടിംഗ് പോയിന്റ് എന്ത് വേണമെങ്കിലും പറയാം, താഴത്തെ പോയിന്റിലാണ് OLRന്റെ ഒരു പോയിന്റ് നമ്മൾ കണക്ട് ചെയ്തിട്ടുള്ളത്. അപ്പൊ ആദ്യം എല്ല് കൊണ്ടുവന്ന് OLR ഇലക്ട്രോമാഗ്നറ്റ് OLRൽ കണക്ട് ചെയ്തു. OLRന്റെ അടുത്ത പോയിന്റ് എടുത്തിട്ട് നമ്മൾ ഹാൻഡിലേക്ക് കണക്ട് ചെയ്തു. ഓക്കെ, ഓൾസോ എ സ്പ്രിംഗ്, ഇവിടെ ഇങ്ങനെ ചുറ്റി ഞാൻ കാണിച്ചേക്കുന്നുണ്ടോ, അതൊരു സ്പ്രിംഗ് ആണ്. ഓൾസോ എ സ്പ്രിംഗ് ഈസ് കണക്റ്റഡ് ടു ദ ഹാൻഡിൽ. ഹാൻഡിലിന്റെ സ്പ്രിംഗ് കണക്ട് ചെയ്യുന്ന എന്തിനാ, നമ്മൾ മാനുവലി ഇവിടെ നിന്ന് ഓഫ് പൊസിഷനിൽ നിന്ന് റൺ വരെ എത്തിക്കഴിഞ്ഞാൽ മെഷീൻ സ്റ്റാർട്ടപ്പ് ആയി കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി ദ സീരീസ് റെസിസ്റ്റൻസ് ആർ കട്ട് ഓഫ് എന്ന് ഇതിന് തൊട്ട് മുന്നേ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തില്ലേ. അപ്പൊ അത് ഓട്ടോമാറ്റിക്കലി കട്ട് ഓഫ് ആവണമെങ്കിൽ അവിടെ എന്ത് വേണം, ഒരു സ്പ്രിംഗ് ആക്ഷൻ വേണം. അതിനു വേണ്ടി ഹാൻഡിലിൽ പ്രൊവൈഡ് ചെയ്തിട്ടുള്ള സ്പ്രിംഗ് ആണ് ഈ കാണുന്ന സ്പ്രിംഗ്. ഓക്കെ ആണോ? അപ്പൊ ഓൾസോ എ സ്പ്രിംഗ് ഈസ് കണക്റ്റഡ് ടു ദ ഹാൻഡിൽ. സ്റ്റാർട്ടർ ഹാൻഡിൽ ഓൾസോ കണ്ടെയ്ൻസ് എ പീസ് ഓഫ് സോഫ്റ്റ് അയൺ പീസ്. കണ്ടോ, ഇവിടെ ഒരു സോഫ്റ്റ് അയൺ കീപ്പറോ സോഫ്റ്റ് അയൺ പീസ് എന്നോ എന്ത് പറഞ്ഞാലും മതി. ഇവിടെ ഒരു സോഫ്റ്റ് അയൺ പീസ് വെച്ചിട്ടുണ്ട്. ദ ഹാൻഡിൽ ഇസ് ഫ്രീ ടു മൂവ് ടു ദി അതർ സൈഡ് റൺ. ഇവിടുന്ന് ഫ്രീ ആയിട്ട്, ഭയങ്കര ലോഡ് എടുത്തല്ല. നിങ്ങളിപ്പോ ലാബ് ചെയ്തിട്ടുണ്ടാവും, സ്റ്റാർട്ടേഴ്സ് നിങ്ങൾ DC മെഷീൻസിന്റെ ലാബ് ചെയ്തിട്ടില്ലേ, ആ ലാബിൽ ചെയ്തിട്ടുണ്ടല്ലോ. 2 പോയിന്റ് സ്റ്റാർട്ടറോ 3 പോയിന്റ് സ്റ്റാർട്ടറോ നിങ്ങൾ യൂസ് ചെയ്തിട്ടുണ്ടാവും. അപ്പൊ നമ്മൾ ഫ്രീ ആയിട്ട് നമുക്ക് സ്റ്റാർട്ടറിന്റെ ഹാൻഡിൽ മൂവ് ചെയ്യിക്കാൻ പറ്റും, ലിവർ മൂവ് ചെയ്യിക്കാൻ പറ്റും. അപ്പൊ നമ്മൾ ഓരോ പോയിന്റ് മൂവ് ചെയ്യുന്ന ഫ്രീ ആയിട്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, റണ്ണിൽ കൊണ്ടുവരാൻ പറ്റും. അതാ പറഞ്ഞ സ്റ്റാർട്ടർ ഹാൻഡിൽ ഇസ് ഓൾസോ കണ്ടെയ്ൻസ് a piece of soft iron. The handle is free to move to the other side run against the force of the spring. ഈ സ്പ്രിങ്ങിന്റെ ഫോഴ്സ് കാരണമാണ് ഫ്രീ ആയിട്ട് നമുക്ക് മൂവ് ചെയ്യാൻ പറ്റുന്നതല്ലേ. അതാണ് ഞാൻ പറഞ്ഞത്, ഈ സ്പ്രിങ് അവിടെ കണക്ട് ചെയ്തിരിക്കുന്നത് മാനുവലി റൺ വരെ പോയി കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി സ്പീഡ് അച്ചീവ് ചെയ്ത് ബാക്ക് EMF ഡെവലപ്പ് ചെയ്ത് മെഷീനിൽ നിന്ന് സ്റ്റാർട്ടർ അല്ലെങ്കിൽ ഓട്ടോമാറ്റിക്കലി കട്ട് ആവുന്നത് ഈ സ്പ്രിങ് ആക്ഷൻ കാരണമാണ്. അപ്പൊ ആ സ്പ്രിങ് ഉള്ളത് കൊണ്ട് നമുക്ക് ഈസി ആയിട്ട് അതിനെ മൂവ് ചെയ്യിക്കാനും പറ്റുന്നുണ്ട്. ഓക്കെ, this spring brings back the handle to the original off position. അല്ലെ, കട്ട് ഓഫ് ആയി കഴിയുമ്പോൾ സ്റ്റാർട്ടർ DC മോട്ടറിൽ നിന്ന് കട്ട് ഓഫ് ആയി കഴിയുമ്പോൾ ഒറിജിനലി ബാക്ക് പൊസിഷൻ അല്ലെങ്കിൽ ഓഫ് പൊസിഷൻ ഒറിജിനൽ പൊസിഷനിലേക്ക് വരുന്നത് ഈ സ്പ്രിംഗ് ആക്ഷൻ കാരണമാണ്. ഞാൻ പറഞ്ഞതാ, അണ്ടർ ദ ഇൻഫ്ലുവൻസ് ഓഫ് ഇറ്റ്സ് ഓൺ ഫോഴ്സ്. ഇറ്റ്സ് ഓൺ ഫോഴ്സ് എന്ന് പറഞ്ഞാൽ എന്താ, സ്പ്രിങ്ങിന്റെ ഫോഴ്സ് കാരണം. ഓക്കെ, ഇനി അനദർ പാരലൽ പാത്ത്. ഇത് മതി, റെഡ് അല്ലേ. Another parallel path starts from stud 1 given to the another electromagnet called no volt coil. ഞാൻ ഇപ്പൊ വരച്ച് കാണിക്കാം. No volt coil which is further connected to the terminal F. എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയോ,
ഇതാണ് നമ്മൾ സ്റ്റഡ് എന്നാണ് കേട്ടോ ഈ പോയിന്റ്സിനെ പറയുന്ന. അപ്പൊ നമ്മുടെ ഈ സ്റ്റഡ് 1-ൽ നിന്ന് അനദർ പാരൽ പാത്ത് ഇതാണ് കേട്ടാ. ഇങ്ങനെ വന്ന് എവിടെ വരുന്നുണ്ട്, വേറെ ഇത് നേരെ കണക്ട് ചെയ്തിട്ട് ഈ ഒരു ഇലക്ട്രോമാഗ്നറ്റിക് വന്നില്ലേ, ആ ഇലക്ട്രോമാഗ്നറ്റിനെ നമ്മൾ പറയുന്ന പേരാണ് നോ വോൾട്ട് കോയിൽ. അതിനൊരു ഫംഗ്ഷൻ ഉണ്ട്. ആ നോ വോൾട്ട് കോയിൽ അവിടെ ഉള്ളത് കൊണ്ടാണ് ഇപ്പം സ്പീഡ് അച്ചീവ് ചെയ്യുന്നത് വരെ, ഇപ്പൊ നമ്മൾ സ്റ്റാർട്ടർ റൺ പൊസിഷനിൽ കൊണ്ടിട്ടാലും ആ റൺ പൊസിഷനിൽ നമ്മൾ പിടിച്ചോണ്ട് നിൽക്കണ്ട, അവിടെ നിൽക്കും അല്ലെ, അവിടെ സ്റ്റേ ചെയ്യും. അവിടെ സ്റ്റേ ചെയ്ത് മെഷീൻ അതിനാവശ്യമുള്ള ഇക്വിലിബ്രിയം സ്പീഡ് അറ്റൈൻ ചെയ്ത് കഴിയുമ്പോഴാണ് അത് ഓട്ടോമാറ്റിക്കലി ബാക്കിലേക്ക് വരുന്നത്. അങ്ങനെ അവിടെ സ്റ്റേ ചെയ്യാൻ അല്ലെങ്കിൽ ആ ഹാൻഡിലിനെ അവിടെ ഹോൾഡ് ചെയ്യുന്നത് ഈ ഇലക്ട്രോമാഗ്നറ്റ് ആണ്, നോ വോൾട്ട് കോയിലാണ്. ഓക്കെ, അപ്പൊ അനദർ പാരലൽ പാത്ത് സ്റ്റാർട്ട്സ് ഫ്രം സ്റ്റഡ് 1 ഗിവൺ ടു എങ്ങോട്ടാ പോകുന്നേ, ഗിവൺ ടു അനദർ ഇലക്ട്രോമാഗ്നറ്റ് കോൾഡ് NVC, നോ വോൾട്ട് കോയിൽ. Okay, no volt coil which is further connected to the terminal F ഫീൽഡിലേക്ക്, ടെർമിനൽ F. ദിസ് OLR, ഈ രണ്ട് ഇലക്ട്രോമാഗ്നറ്റ്സ് ശരിക്കും സ്റ്റാർട്ടറിന്റെ പ്രൊട്ടക്റ്റീവ് ഡിവൈസുകളാണ്. ഓക്കെ ആണോ? സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ L ഉണ്ട്, A ഉണ്ട്, F ഉണ്ട്, 3 പോയിന്റ്സ്. L ആദ്യത്തെ ഇലക്ട്രോമാഗ്നറ്റ് കൊടുക്കും, അതെ OLR, ഓവർലോഡ് റെസിസ്റ്റൻസ്. ഓവർലോഡ് റെസിസ്റ്റൻസിന്റെ അടുത്തൊരു പോയിന്റ് എടുത്തിട്ട് ഹാൻഡിലിൽ കണക്ട് ചെയ്യും. ഹാൻഡിൽ കണക്ട് ചെയ്യുക, ഹാൻഡിലിൽ ഒരു സ്പ്രിംഗ് ഉണ്ട്, സ്പ്രിംഗ് ആക്ഷൻ നടക്കാൻ വേണ്ടി, എന്നാലും മാനുവലി അല്ല ഓട്ടോമാറ്റിക്കലി റൺ പൊസിഷനിൽ നിന്ന് തിരിച്ച് ഒറിജിനൽ പൊസിഷനിലേക്ക് വരുള്ളൂ. അതിന് വേണ്ടിയിട്ടാണ് ഹാൻഡിലിൽ ഒരു സ്പ്രിംഗ് കണക്ട് ചെയ്തിട്ടുള്ളത്. പിന്നെ പറയുന്നത് ഈ സ്റ്റഡ് 1-ൽ നിന്ന് ഒരു പാരലലി പാത്ത് പോകുന്നുണ്ട്, അത് എക്സ്റ്റെൻഡ് ചെയ്യുന്നത് ഫീൽഡിലേക്കാണ്. അത് നേരെ വരുന്ന ഒരു വേറൊരു ഇലക്ട്രോമാഗ്നറ്റ് വരും. ദാറ്റ് ഇലക്ട്രോമാഗ്നറ്റ് ഇസ് കോൾഡ് ദ നോ വോൾട്ട് കോയിൽ, വിച്ച് ദിസ് നോ വോൾട്ട് കോയിൽ ഹെൽപ്സ് ടു ഹോൾഡ് the handle in run position as much of the ആ സ്പീഡ് അറ്റൈൻ ചെയ്യുന്നത് വരെ, മോട്ടർ as much സ്പീഡ് അറ്റൈൻ ചെയ്യുന്നത് വരെ അവിടെ ഹോൾഡ് ചെയ്യുന്ന ഈ നോ വോൾട്ട് കോയിലാണ്. ദിസ് ഇസ് സിംപ്ലി ദ കൺസ്ട്രക്ഷൻ ഓഫ് 3-point സ്റ്റാർട്ടർ. ഇനി അടുത്ത് ഞാൻ എഴുതാൻ പോകുന്നത് വർക്കിംഗ് ഓഫ് 3-point സ്റ്റാർട്ടർ. അതിനു മുന്നേ ഈ ഫിഗർ വരയ്ക്കണം, എന്നിട്ട് നിങ്ങൾ ഇത് എഴുതിയെടുക്കണം. ഓക്കെ, അപ്പൊ നോക്കിക്കോ, ഞാൻ ഇവിടെ വർക്കിങ്ങിന്റെ നോട്ട്സ് എഴുതിയിട്ടുണ്ട്. സിമ്പിളാ. നമ്മൾ കൺസ്ട്രക്ഷനിൽ പറഞ്ഞായിരുന്നു 2 ഇലക്ട്രോമാഗ്നറ്റ് ഉണ്ട്, ഒന്ന് OLR ഓവർലോഡ് റെസിസ്റ്റൻസ്, ഒരെണ്ണം NVC നോ വോൾട്ട് കോയിൽ. അപ്പൊ ഇതെല്ലാം വെച്ചിട്ടാണ് റൺ ചെയ്യുന്നത്. പിന്നെ 3 പോയിന്റ്സ് L ആർമേച്ചർ, A F ഫീൽഡ്, ലൈന്, ആർമേച്ചർ. ഇത്രയും നമുക്കറിയാലോ. ഇത് അറിയാമെങ്കിൽ ഈസി ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റും. നോക്കിക്കോ, ആദ്യമേ തന്നെ ഇത് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി ഇപ്പൊ സ്റ്റാർട്ടറിന്റെ ഹാൻഡിൽ ഓഫ് പൊസിഷനിലാണ് ഇരിക്കുന്നത്. നമ്മൾ അതിന് എന്ത് ചെയ്യും, സ്റ്റഡ് 1, സ്റ്റഡ് എന്ന് പറയുമ്പോൾ ഞാൻ പറഞ്ഞായിരുന്നല്ലോ, സ്റ്റഡ് 1-ലേക്ക് കൊണ്ടിടും. സ്റ്റഡ് 1-ലേക്ക് കൊണ്ടിടുമ്പോ എന്ത് സംഭവിക്കും വെച്ചാൽ, ഇതല്ലേ ലൈന്, ലൈൻ കണക്ട് ചെയ്തേക്കണം, ഇതല്ലേ മക്കളെ. ഈ ലൈനിൽ നിന്ന് ഇങ്ങനെ OLR-ലേക്ക് കയറും. OLR ഇലക്ട്രോമാഗ്നറ്റ് ഉണ്ടല്ലോ, അതുവഴി ഹാൻഡിലേക്ക് കറണ്ട് കയറും. ഈ ഹാൻഡിലേക്ക് കറണ്ട് കയറുന്ന ഇപ്പൊ നമ്മൾ ഓഫ് പൊസിഷനിൽ നിന്ന് സ്റ്റഡ് 1-ൽ ഇട്ടിട്ടുള്ള കാര്യമാണ് ഞാൻ പറയുന്നത്. അപ്പൊ ഇതിന് നമ്മൾ ഇവിടെ സ്റ്റഡ് 1-ൽ കൊണ്ടിട്ടാൽ, സ്റ്റഡ് 1-ൽ കൊണ്ടിടുമ്പോ സ്റ്റാർട്ടിങ്ങിന്റെ ഇതാണ്. ആ സമയത്ത് L-ൽ നിന്ന് കറണ്ട്, ലൈനിൽ നിന്നുള്ള കറണ്ട് OLR വഴി ഹാൻഡിലിൽ കയറിയിട്ട് ഹാൻഡിൽ സ്റ്റഡ് 1-ൽ നിന്നത് ഇങ്ങനെ ഒരു പാരലൽ പാത്ത് പോകുന്നില്ലേടാ, ഇങ്ങനെ ഒരു പാരലൽ പാത്ത് പോകുന്നില്ലേ, ആ പാരലൽ പാത്ത് വഴി NVC-യിൽ എത്തിയിട്ട് അത് ഫീൽഡിലോട്ട് പോകും. ഇപ്പൊ കറണ്ട് ഓൺ ആയല്ലോ. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഡൗട്ട് വരും, ഇപ്പൊ ഞാൻ പറയാണ് ഹാൻഡിൽ 1-ൽ കൊണ്ടിടുന്നു, അന്നേരം കറണ്ട് കയറുന്നു, സ്റ്റാർട്ടിംഗ് റെസിസ്റ്റൻസ് ഇസ് ഇൻ കണക്ഷൻ വിത്ത് ആർമേച്ചർ. അപ്പൊ നിങ്ങൾ വിചാരിക്കും എങ്ങനെ ആർമേച്ചറിലോട്ട് കണക്ട് ചെയ്യുക, ഹാൻഡിലിൽ കൊണ്ടിട്ടാ വരൂ, അവിടെ കറണ്ട് വേണ്ടേ. ആ വരുന്ന കറണ്ട് എന്ന് പറയുന്ന ലൈനിൽ നിന്ന് OLR വഴി ഹാൻഡിലിൽ കയറിയിട്ട് ഹാൻഡിലിൽ നിന്ന് ഈ പാരലൽ പാത്ത് വഴി ആർമേച്ചറിലോട്ട് വരും, കറണ്ട് വരും, ആർമേച്ചറിലേക്ക് വരുന്നു, അത് ഇലക്ട്രോമാഗ്നറ്റ് എത്തുന്നു. അപ്പോ ഇവിടെ നിന്ന് എന്താ, ഫീൽഡ് ആക്റ്റീവ് ആവുന്നു, ഇതുവഴി റെസിസ്റ്റൻസും ആക്റ്റീവ് ആകും. നമ്മൾ കണക്ട് ചെയ്തിട്ടുള്ള സീരീസ് റെസിസ്റ്റൻസുകളും ആക്റ്റീവ് ആകും. അതാണ് ഈ പറയുന്നത്. സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ അത്രേ ഉള്ളൂ. അതാ നമ്മൾ വായിക്കാൻ പോകുന്നത്. ഫ്രം ദ L പോയിന്റ്, കണ്ടല്ലോ, ഫ്രം ദ L പോയിന്റ് ദ ഫീൽഡ് ഫൈൻഡിങ് ഓഫ് ദ മോട്ടർ whatever is connected എന്നാണ് ഞാൻ എഴുതിയേക്കുന്നത്. ബിക്കോസ് നമ്മൾ DC മോട്ടോഴ്സിനകത്ത് DC ഷണ്ട് മോട്ടറും കോമ്പൗണ്ട് മോട്ടോഴ്സും ആണ് മോസ്റ്റ്ലി സ്റ്റാർട്ടേഴ്സ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ വൈൻഡിങ് ഓഫ് ദ മോട്ടർ എന്ന് പറഞ്ഞിട്ട് വാട്ട് എവർ മോട്ടർ വിച്ച്, ഏത് മോട്ടറാണോ നിങ്ങൾ കണക്ട് ചെയ്യുന്ന ആ മോട്ടറിന് മാത്രമേ ഉദ്ദേശിച്ചിട്ടുള്ളൂ. ഇനി നിങ്ങൾ പഠിച്ചു തുടങ്ങുമ്പോൾ മിസ് എന്താ ഈ വാട്ട് എവർ മോട്ടർ എന്നൊക്കെ എഴുതിയേക്കുന്നത്, വാട്ട് എവർ കണക്റ്റഡ് എഴുതിയേക്കുന്നത് എന്താ മിസ് എന്നൊക്കെ ചോദിച്ചിട്ട് വരും. അങ്ങനെയുള്ള കമന്റ് ഒക്കെ ഇടും. ഏത് മോട്ടറാണോ കണക്ട് ചെയ്തിട്ടുള്ള ആ മോട്ടറിലേക്ക് L പോയിന്റിൽ നിന്ന് കറണ്ട് കയറും. ഓക്കെ, ഫ്രം ദ L പോയിന്റ് ദ
field winding of the motor gets supplied through the parallel path. ഇതാണ് parallel path അല്ലെ? Through the parallel path provided to starting resistance through NBC. ഞാൻ പറഞ്ഞു അതുവഴി NBC യിൽ വരും, നോ വോൾട്ട് കോയിലിൽ വരും. While entering starting resistance comes in series with the armature. ഇതാണ് armature circuit അല്ലെ? ഈ armature circuit is in series with the starting resistance ആവും. അന്നേരം എന്ത് സംഭവിക്കും? ബാക്ക് EMF ഡെവലപ്പ് ആവും. സ്പീഡ് അറ്റൈൻ ചെയ്യും, മോട്ടോർ സ്പീഡ് അറ്റൈൻ ചെയ്യുന്നു, ബാക്ക് EMF ഡെവലപ്പ് ആകുന്നു. While entering starting resistance comes in series with the armature circuit, then high starting armature current gets limited. എങ്ങനെയാ? മോട്ടോർ സ്പീഡ് അറ്റൈൻ ചെയ്യുന്നു, ബാക്ക് EMF ഡെവലപ്പ് ആവുന്നു, അപ്പൊ ആർമേച്ചർ കറണ്ട് ലിമിറ്റ് ആവുന്നു അല്ലെ? സ്പീഡ് അറ്റൈൻ ചെയ്ത് ബാക്ക് EMF ഡെവലപ്പ് ആയി കഴിഞ്ഞാൽ കറണ്ട് കുറയും. Okay, then the current equation become IA is equal to E divided by നമുക്ക് എന്തായിരുന്നു നേരത്തെ? RA ആയിരുന്നു. ഇപ്പൊ RA മാത്രമല്ല, സ്റ്റാർട്ടിംഗ് റെസിസ്റ്റൻസ് ഈ റെസിസ്റ്റൻസും കൂടി വന്നിട്ടില്ലേ? അപ്പൊ RA പ്ലസ് RST, ഇത് ഹൈ റെസിസ്റ്റൻസ് അല്ലേ? സ്റ്റാർട്ടിംഗ് റെസിസ്റ്റൻസ് ഹൈ റെസിസ്റ്റൻസ് ആണ്. അപ്പൊ അതും കൂടി വരുമ്പോഴത്തേനും കറണ്ട് കുറെ റെസിസ്റ്റൻസ് കൂടും. ഓക്കെ, ദെൻ ഹാൻഡിൽ ഇസ് മൂവ്ഡ് ടു ഫർദർ സ്റ്റഡ്സ്. നമ്മൾ അടുത്ത സ്റ്റഡിലേക്ക് കൊണ്ടുപോകും. Then handle is moved to further studs, that's gradually cutting off the series resistance from the armature circuit. appo enda ee starting resistance armature circuit innu padiye gradually cut off out as the motor gains speed gain ചെയ്യുമ്പോഴത്തേനും starting resistance gradually cut off. Finally when the starter handle is in the run position, ഈ പൊസിഷനിൽ സ്റ്റാർട്ടറിന്റെ ഹാൻഡിൽ വന്ന് നിൽക്കും. നമ്മൾ ഇങ്ങനെ ഓരോ പോയിന്റ് മാറ്റി സ്റ്റഡ് മാറ്റി ഇവിടെ കൊണ്ടുവരുമ്പോഴത്തേന് കംപ്ലീറ്റ് സ്പീഡ് അറ്റൈൻ ചെയ്യുന്ന മെഷീൻ സ്റ്റാർട്ട് ആയി കംപ്ലീറ്റ് സ്പീഡ് അറ്റൈൻ ചെയ്ത് ബാക്ക് EMF ഡെവലപ്പ് ചെയ്ത് ആർമേച്ചർ കറണ്ട് കുറയും. അതാണ് പറയുന്നത് ഫൈനലി വെൻ ദ സ്റ്റാർട്ടർ ഹാൻഡിൽ ഈസ് ഇൻ ദ റൺ പൊസിഷൻ ദ എൻറ്റയർ സ്റ്റാർട്ടിംഗ് റെസിസ്റ്റൻസസ് eliminated. മൊത്തം റെസിസ്റ്റൻസ് എന്താവും? എലിമിനേറ്റ് ആയി പോകും. ദ മോട്ടർ റൺസ് വിത്ത് നോർമൽ സ്പീഡ്. അപ്പൊ ഇവിടെ എത്തിക്കഴിഞ്ഞാൽ മോട്ടർ നോർമൽ സ്പീഡിലേക്ക് വരും. നിങ്ങളത് ലാബിൽ ശ്രദ്ധിച്ചാൽ അറിയാം, ലാബിൽ ചെയ്യുമ്പോൾ ശ്രദ്ധിച്ചാൽ അറിയാം. റൺ പൊസിഷൻ എത്തി കുറച്ച് സമയം കഴിയുമ്പോൾ നോർമൽ സ്പീഡിലോട്ട് വരും. അങ്ങനെ നോർമൽ സ്പീഡ് അറ്റൈൻ ചെയ്യുമ്പോഴാണ് കംപ്ലീറ്റ് റെസിസ്റ്റൻസ് കട്ട് ഓഫ് ആയിട്ട് ഇത് ഓട്ടോമാറ്റിക്കലി ഹാൻഡിൽ ഒറിജിനൽ പൊസിഷൻ ഓഫിലേക്ക് തന്നെ തിരിച്ചു വരുന്നത്. Okay, eliminated. The motor runs with normal speed. This is because EB is developed consequently with speed. Speed in corresponding ആയിട്ട് EB develop ആകുന്നു. Correspondingly, the armature current also reduced. Okay, അല്ലെങ്കിൽ ലിമിറ്റിംഗ് വാല്യൂലോട്ട് വരുന്നുണ്ട്. This is the working principle of 3-point starters. NBC ഞാൻ പറഞ്ഞു നോ വോൾട്ട് കോയിൽ ഉള്ളത് കൊണ്ടാണ് റണ്ണില് ഹാൻഡില് ഹോൾഡ് ആവുന്നത്. അത് കഴിഞ്ഞ് അവിടെ സ്പീഡ് നോർമൽ സ്പീഡിലോട്ട് വരുമ്പോൾ ഇത് ഓട്ടോമാറ്റിക്കലി ഇങ്ങോട്ട് വരുന്നു എന്ന് പറഞ്ഞു. അപ്പൊ എന്തുകൊണ്ടാണ് ആ ഹാൻഡിൽ നിൽക്കുന്നതെന്ന് ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചാൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് എഴുതാവുന്ന കാര്യമുള്ളൂ. ഇറ്റ്സ് ഓൺലി ബിക്കോസ് ഓഫ് ദ ഇലക്ട്രോമാഗ്നറ്റ് കോൾഡ് ദ നോ വോൾട്ട് കോയിൽ. അത് ഞാൻ ജസ്റ്റ് 2 റീസൺ പോലെ 2-3 പോയിന്റ്സ് ഇപ്പൊ എഴുതി വെക്കാട്ടോ. ആയിട്ടാണ് ഞാൻ എഴുതിയേക്കുന്നത് കേട്ടോ. ഹൗ ദ ഹാൻഡിൽ സ്റ്റേറ്റ്സ് ഇൻ റൺ പൊസിഷൻ ആസ് ലോങ് ആസ് ദ മോട്ടർ ഇസ് റണ്ണിങ്. മോട്ടർ റൺ ചെയ്യുമ്പോൾ എങ്ങനെയാണ് ഹാൻഡില് ഈ റൺ പൊസിഷനിൽ നിൽക്കുന്നത്, അല്ലെങ്കിൽ സ്റ്റാർട്ടറിന്റെ ഹാൻഡിൽ റൺ പൊസിഷനിൽ നിൽക്കുന്നത്? സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ ഞാൻ ഒരു ഫിഗറിൽ കാണിക്കാം. ഇതിപ്പോ ഈ ഒരു സിംഗിൾ ഫിഗർ ഇപ്പൊ എന്താ പറയാ ഗ്രാഫിക്സിലൊക്കെ കാണിക്കുകയാണെങ്കിൽ എനിക്കത് കാണിച്ചു തരാമായിരുന്നു. അല്ലാണ്ട് ഞാനിപ്പോ ഇങ്ങനെ പഠിപ്പിക്കുമ്പോ നിങ്ങൾ ഒരു കാര്യം ചിന്തിക്കേ, ഈ ഹാൻഡില് റൺ പൊസിഷനിൽ കൊണ്ടിട്ടേക്കുക. അപ്പോഴും ലൈൻ കറണ്ട് ഞാൻ വരച്ചു കഴിഞ്ഞാൽ ഫിഗർ പോവും, അതാ പ്രശ്നം. ലൈൻ കറണ്ട് ഇങ്ങനെ കയറിയിട്ട് ഇങ്ങോട്ട് പോകും അല്ലെ, ആരോ മാർക്ക് ഇങ്ങനെ പോവും. ഓക്കെ, ഇങ്ങനെ വന്ന് റൺ പൊസിഷനിൽ പോയിട്ട് പിന്നെ ആരോ ഇങ്ങനെ പോവും, അതായത് കറണ്ട് ഇങ്ങനെ പോകുന്നു. ഓക്കെ, ഇവിടം വരെ വന്നിട്ട് ദെൻ തിരിഞ്ഞ് ഇങ്ങനെ കയറും, എന്നിട്ട് ഇങ്ങനെ വന്ന് എഗെയിൻ ഇങ്ങോട്ട് വരും, ഫീൽഡിലേക്ക് വരും. മനസ്സിലായോ? അങ്ങനെയാണ് ഇത് സ്റ്റേ ചെയ്യുന്നതിന്റെ കറണ്ട് കയറുന്നതാണ് ഞാനിപ്പോ കാണിച്ചത്. ആദ്യത്തെ പൊസിഷൻ എന്തായിരുന്നു? ഇവിടെ നിന്ന് ഇങ്ങനെ കറണ്ട് ലൈനിൽ നിന്ന് കയറി ഹാൻഡിലിൽ വന്നു, സ്പ്രിംഗ് വഴി സ്റ്റഡ് വന്നിട്ട് ഇങ്ങോട്ട് പോയി ഫീൽഡിൽ വരുന്നു, ആർമേച്ചർ ആക്റ്റീവ് ആകുന്നു എന്നാ പറഞ്ഞത്. ഇവിടെ പറയുന്നത് NBC ആക്റ്റീവ് ആയിട്ട് നിൽക്കാൻ NBC മാഗ്നറ്റൈസ് ആവും, അല്ലെങ്കിൽ നോ വോൾട്ട് കോയിൽ എന്ന് പറയുന്ന ഈ ഇലക്ട്രോ മാഗ്നറ്റൈസ് ആവും. അങ്ങനെ പിടിച്ചു നിർത്തും. നോക്കിക്കോ, ദ സപ്ലൈ ടു ദ ഫീൽഡ് വൈൻഡിങ് ഇസ് ഡിറൈവ്ഡ് ഫ്രം, ഈ ഫീൽഡ് വൈൻഡിങ് സപ്ലൈ വരുന്ന ഈ NBC കാരനാണ്, നോ വോൾട്ട് കോയിൽ കാരനാണ്. സോ ദ ഫീൽഡ് കറന്റ് ഫ്ലോസ് NBC ഈസ്, അപ്പൊ ഫീൽഡ് കറന്റ് ഫ്ലോ ചെയ്ത് തുടങ്ങുമ്പോ ഈ ഇലക്ട്രോ മാഗ്നറ്റ് എന്താവും? മാഗ്നറ്റൈസ് ആവും. ഓക്കെ, മാഗ്നറ്റൈസ് ആവും. നൗ ഹാൻഡിൽ ഈസ് ഇൻ ദ റൺ പൊസിഷൻ. ഇപ്പൊ ഹാൻഡിൽ റണ്ണിൽ എന്തുകൊണ്ട് സ്റ്റേ ചെയ്യുന്നു എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. അപ്പൊ ഹാൻഡിൽ ഈസ് ഇൻ ദ റൺ പൊസിഷൻ. സോഫ്റ്റ് അയൺ പീസ് ഈസ് കണക്റ്റഡ്. ഇവിടെ ഒരു സോഫ്റ്റ് അയൺ ഉണ്ടായിരുന്നല്ലോ,
soft iron piece is connected to the handle and gets attracted by the magnetic force. Gets attracted പറയാൻ കാരണം ഇത് electromagnet ആ. Magnetize ആയിട്ട് നിൽക്കുക. Magnetize ആയിട്ട് നിൽക്കുമ്പോൾ obviously it should attracted by the magnet. Attracted by the magnetic force produced by the NBC because of the current, because of the field current flowing through it. Field current flow ചെയ്യുമ്പോഴാണ് NBC magnetize ആവുന്നത്. അങ്ങനെ NBC magnetize ആവുമ്പോൾ ഈ ഫീൽഡ് അല്ല ഹാൻഡിലിൽ നിൽക്കുന്ന സോഫ്റ്റ് അയൺ എന്താവും, അട്രാക്ട് ആവും. ഇനി അടുത്ത the NBC is designed in such a way as it holds the handle in run position and against the force of the spring. സ്പ്രിങ്ങിന്റെ ഫോഴ്സിന് അഗൻസ്റ്റ് ആയിട്ട് ഹാൻഡിലില് സോഫ്റ്റ് അയൺ ഉള്ളത് കൊണ്ട് തന്നെ ഹാൻഡിൽ അല്ലെങ്കിൽ NBC ഡിസൈൻ ചെയ്തിരിക്കുന്നത് ഹാൻഡിൽ അവിടെ ഹോൾഡ് ചെയ്യാനായിട്ടാണ്. Then now any kind of supply failure occurs. Supply failure occur ചെയ്യാന്ന് പറഞ്ഞാൽ മാക്സിമം സ്പീഡ് അല്ലെങ്കിൽ നോർമൽ സ്പീഡ് അറ്റൈൻ ചെയ്ത് കഴിയുമ്പോൾ സീരീസ് റെസിസ്റ്റൻസ് കട്ട് ഓഫ് ആവും എന്ന് പറഞ്ഞില്ലേ. അപ്പൊ ഇപ്പൊ നമുക്ക് ആക്ച്വലി മിനിമം റെസിസ്റ്റൻസ്, സ്റ്റാർട്ടിംഗ് റെസിസ്റ്റൻസ് കൂടുതലാണ്, ആർമേച്ചർ റെസിസ്റ്റൻസ് മിനിമം ആയിരുന്നു അല്ലെ. അപ്പൊ ഈ മിനിമം ആർമേച്ചർ റെസിസ്റ്റൻസ് എന്നുള്ളത് മാക്സിമം ആർമേച്ചർ റെസിസ്റ്റൻസ് അല്ലെങ്കിൽ ഇനഫ് എമൗണ്ട് ഓഫ് ആർമേച്ചർ റെസിസ്റ്റൻസ് അറ്റൈൻ ചെയ്ത് കഴിയുമ്പോൾ ഈ സ്റ്റാർട്ടറിനുള്ള ഫെയിലിയർ ആയി എന്ന് പറയാം. അതാണ് എനി കൈൻഡ് ഓഫ് സപ്ലൈ ഫെയിലിയർ ഒക്കേഴ്സ് ദ കറന്റ് ത്രൂ NBC ഈസ് എഫക്റ്റഡ് അല്ലെ. സ്പീഡ് അറ്റൈൻ ചെയ്തു, ബാക്ക് EMF ഡെവലപ്പ് ആയി, ആർമേച്ചർ കറണ്ട് കുറഞ്ഞു. അപ്പൊ എന്ത് സംഭവിച്ചു, സപ്ലൈ ഫെയിലിയർ ആയി. ഒക്കേഴ്സ് സ്റ്റാർട്ടറിന്റെ കേസാണ്, സ്റ്റാർട്ടറിന് സപ്ലൈ ഫെയിലിയർ ആയി. ഒക്കേഴ്സ് ദ കറന്റ് ത്രൂ ദ NBC ഈസ് അഫക്റ്റഡ്. അപ്പൊ NBCയിലുള്ള കറണ്ട് അഫക്റ്റ് ആവുന്നു ആൻഡ് ഇറ്റ് ഇമ്മീഡിയറ്റ്ലി ലൂസസ് ഇറ്റ് മാഗ്നറ്റിക് പ്രോപ്പർട്ടി. അപ്പൊ ഈ NBC എന്ന് പറയുന്ന ഇലക്ട്രോ മാഗ്നൈസ് ആയി നിന്നത് എന്ത് ചെയ്തു, മാഗ്നറ്റിക് പ്രോപ്പർട്ടി ലൂസ് ആയി. മാഗ്നറ്റിക് പ്രോപ്പർട്ടി ലൂസ് ആവുമ്പോൾ സോഫ്റ്റ് അയണും എന്താവും, ഇപ്പൊ നേരത്തെ അട്രാക്റ്റഡ് ആയിരുന്നു, ഇത് ഇപ്പൊ റിപ്പൽ ആവില്ലേ, മാഗ്നറ്റൈസേഷൻ ഇല്ലല്ലോ, ഈ മാഗ്നറ്റിന്റെ മാഗ്നറ്റൈസ്ഡ് കണ്ടീഷൻ അല്ല. സപ്ലൈ ഫെയിലിയർ വന്നപ്പോഴത്തേനും ഇവിടുത്തെ മാഗ്നറ്റിസം ലൂസ് ആയി, മാഗ്നറ്റിക് ഫോഴ്സ് പോയി. മാഗ്നറ്റിക് ഫോഴ്സ് പോകുമ്പോൾ സോഫ്റ്റ് അയൺ മെറ്റീരിയൽ അട്രാക്റ്റഡ് ആയില്ല, റിപ്പലായി മാറും. റിപ്പലായി മാറുമ്പോൾ എഗെയിൻ സഡൻ ആയിട്ട് ഓട്ടോമാറ്റിക്കലി ഇപ്പൊ ഇവിടെ നിൽക്കുന്ന ഹാൻഡിൽ തിരിച്ച് സ്റ്റഡ് 1ലേക്ക് അല്ലെങ്കിൽ സ്റ്റഡ് 1 വഴി ഓഫ് പൊസിഷനിലേക്ക് വരും. മനസ്സിലായോ? Any kind of supply failure occurs, the current through NBC is affected and it immediately loses its magnetic property and is unable to keep the soft iron piece attracted. At this point, under the action of spring, handle comes back to the off position, that is switching off the starter from motor. അപ്പോൾ മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. 3-point സ്റ്റാർട്ടറിന്റെ കൺസ്ട്രക്ഷനും വർക്കിങ്ങും എന്തായാലും പഠിച്ചിട്ട് പോകണം. ഇത് അർച്ചനാസ് അക്കാഡമി യൂട്യൂബ് ചാനൽ. ഞാൻ അർച്ചന. എൻ്റെ വീഡിയോസ് കണ്ടിട്ട് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ട് തോന്നുന്നുണ്ടെങ്കിൽ എൻ്റെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിന് സജസ്റ്റ് ചെയ്യുക. എന്ത് ഡൗട്ട്സ് ഉണ്ടെങ്കിലും കോമെന്റ് ചെയ്തോ, ഞാൻ ആൻസർ ചെയ്ത് തരുന്നതാണ്. ഇനി പറ്റുന്നത് പോലെ DC മെഷീൻസിന്റെ വീഡിയോസ് ഞാൻ ഡെയിലി അപ്ലോഡ് ചെയ്യാൻ നോക്കാം കേട്ടോ. ഓക്കെ, then thank you.